എല്ലാവർക്കും നമസ്കാരം. ദേവറയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല വിധത്തിലുള്ള മെഡിറ്റേഷനുകൾ നമ്മൾ പഠിച്ചു, പ്രാവർത്തികമാക്കി ജീവിതചര്യയാക്കി കൊണ്ടുപോകുന്നു. അതുകൊണ്ടുള്ള നേട്ടങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് പുതിയൊരു മെഡിറ്റേഷനെ പരിചയപ്പെടാം. തീറ്റ മെഡിറ്റേഷൻ. തീറ്റ എന്ന വാക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ബ്രെയിനിലെ വേവ്സിനെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. ആ വാക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മളെ ബ്രെയിനുമായി ബന്ധപ്പെട്ടാണ് ഈ മെഡിറ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്ന്. മറ്റ് മെഡിറ്റേഷനുകളും കുറേയൊക്കെ അങ്ങനെ തന്നെയാണെങ്കിലും കൃത്യമായ ഒരു പേര് പറഞ്ഞ് തരംഗങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെഡിറ്റേഷനാണ് തീറ്റ മെഡിറ്റേഷൻ. അതായത് അമിതമായ ഉത്കണ്ഠ, ആൻസൈറ്റി, അത് നമ്മുടെ ജീവിതത്തിനെ വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ആൻസൈറ്റി എന്നുള്ളത്, അല്ലേ? കുട്ടികൾക്കായാലും വലിയവർക്കായാലും അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും കൃത്യമായി അത് നിഴലിക്കും. ഒരു ആൻസൈറ്റി ഉള്ള ഒരാളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലേ? അവരുടെ എല്ലാ പ്രവൃത്തികളിലും ആ വെപ്രാളം ഉണ്ടാവും. എന്ത് ജോലി ചെയ്യായാലും, അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യായാലും, അവർ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യായാലും ഒക്കെ, സ്ത്രീയോ പുരുഷനോ കുട്ടികളോ ആരും ആവട്ടെ, എല്ലാവരിലും ഈ അമിതമായ ഉത്കണ്ഠ നമുക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അമിതമായ ഉത്കണ്ഠയ്ക്ക് ഈ തീറ്റ മെഡിറ്റേഷൻ ബെസ്റ്റാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണം ചെയ്യുന്ന, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് തീറ്റ മെഡിറ്റേഷൻ. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് തീറ്റ മെഡിറ്റേഷൻ. രണ്ട് തരത്തിൽ ഈ തീറ്റ മെഡിറ്റേഷൻ തന്നെ വളരെ ചെറിയ ഒരു വ്യത്യാസം കൊണ്ട് രണ്ട് തരത്തിൽ ചെയ്താൽ ഈ രണ്ട് കാര്യങ്ങൾക്കും നമുക്ക് ഗുണം കിട്ടും. ആ രണ്ട് തരത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ അവസാനം പറയാം. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഈ തീറ്റ മെഡിറ്റേഷൻ മറ്റ് ധ്യാന രീതികളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചിലപ്പോൾ ഒരു കൃത്യമായ ഒരു ഫോട്ടോ മുന്നിൽ വെച്ചിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഒരു മന്ത്രം, ഒരു ഓം ധ്യാനമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓം എന്നുള്ള ഒരു പിക്ചർ നമ്മുടെ ഉള്ളിലുണ്ടാവും, പുറത്തും ഉണ്ടാവും, നമ്മൾ കേൾക്കുന്നുണ്ടാവാം. അതുമല്ലെങ്കിൽ നമ്മൾ ഓരോ മെഡിറ്റേഷനും ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അല്ലേ? അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ മെഡിറ്റേഷന് വേണ്ടിയിരിക്കുന്നത്. ഇതൊന്നുമില്ലാതെ നമ്മൾ ഇരിക്കുക കേട്ടോ, വിഭജന, അതൊക്കെ നമ്മൾ ഒന്നും പ്രത്യേകിച്ച് ഒരു തിങ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ ഇരിക്കുന്ന മെഡിറ്റേഷൻ തന്നെയാണ്. എങ്കിൽ പോലും ഈ തീറ്റ മെഡിറ്റേഷനെ യാതൊരുവിധ നിർദ്ദേശങ്ങളുമില്ല. നിങ്ങൾക്കൊരു പ്രത്യേകമായ നിർദ്ദേശത്തിലൂടെ നിങ്ങൾ ഇങ്ങനെ തീറ്റ മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. മറിച്ച് മറ്റെല്ലാ മെഡിറ്റേഷനും പോലെ നിങ്ങൾ കൃത്യമായ ഒരു ശാന്തമായ ഒരിടം നിങ്ങൾ കണ്ടെത്തുന്നു, കൃത്യമായ നട്ടെല്ല് നിവർത്തിയിരിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ ധ്യാന രീതികളിലും നട്ടെല്ല് നിവർത്തിയിരിക്കുക എന്നത് തന്നെയാണ്. എങ്കിൽ പോലും ഈ ആൻസൈറ്റിക്ക് നമ്മൾ ആൻസൈറ്റി മാറ്റാനുള്ള ഈ ഒരു മെഡിറ്റേഷൻ ആയതുകൊണ്ട് നിർബന്ധമായും നട്ടെല്ല് നിവർത്തി തന്നെ ഇരിക്കണം. അത് കസേരയിലാവാം, നിങ്ങൾക്ക് തറയിലാവാം, ബെഡിലാവാം, എവിടെയാണെന്ന് വെച്ചാവാം കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട്, ചിലർക്ക് താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ അവർ താഴെ ഇരിക്കണം എന്നില്ല, ചെയറിലിരുന്നാൽ മതി. പക്ഷേ നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ നട്ടെല്ല് നിവർന്നിരിക്കുക, അതാണ് ആദ്യപടി. ഇനി രണ്ടാമത്തേത്, നമ്മൾ ചുറ്റുമുള്ളതിനെയൊക്കെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് എന്താണ് നമ്മൾ സാധാരണ പറയുക, അല്ലേ? നമ്മൾ കണ്ണുകൾ അടയ്ക്കും. ഇതങ്ങനെയല്ല, നമ്മൾ ഒന്നിനെയും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പതുക്കെ കണ്ണുകൾ അടയ്ക്കുന്നു. ഈ കണ്ണുകൾ അടച്ചതിന് ശേഷം നമ്മുടെ തന്നെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിക്കുകയല്ല, അറിയുകയാണ്. മറ്റെല്ലാ മെഡിറ്റേഷനിലും നമ്മൾ ബ്രീത്തിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ബാലൻസിങ് നമ്മൾ പഠിപ്പിക്കും. പക്ഷെ ഇതിൽ നമ്മുടെ ശ്രദ്ധ മൂക്കിൻ്റെ തുമ്പിലേക്ക്, നാസാദ്വാരത്തിലേക്ക് കൊണ്ടുവരുന്നു. പതുക്കെ, വളരെ സാവധാനം നമ്മുടെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നു. ദീർഘമായ ഒരു ശ്വസനമോ അതിദീർഘമായ നിശ്വാസമോ ഇതിലില്ല. മറിച്ച് നമ്മൾ എങ്ങനെയാണോ ശ്വാസം എടുക്കുന്നത് അത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ എന്നാണ്. ആദ്യത്തെ ദിവസം തന്നെ അത് അറിയാൻ സാധിക്കണം എന്നില്ല കേട്ടോ. പതുക്കെ നമുക്കത് അറിയാൻ സാധിക്കൂ. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ
നമ്മൾ പോലും അറിയാതെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളുടെ ശ്വാസോച്ഛ്വാസം, അല്ലേ? പക്ഷേ അതിന് കൃത്യമായൊരു താളമുണ്ടെന്നും കൃത്യമായൊരു രീതി ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കാറില്ല. ഇത് നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഈ തീറ്റ മെഡിറ്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ശ്വാസതാളമല്ല, മറിച്ച് അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ ദീർഘമായ ശ്വാസം എടുക്കുക, ദീർഘമായ ശ്വാസം പുറത്തേക്ക് വിടുക, അങ്ങനെയൊന്നുമല്ല. ഒന്നും വേണ്ട. നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഈ ശ്വാസനിശ്വാസങ്ങളെ അറിയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതൊരു ഫീലാണ്, അല്ലേ? ആ ഫീൽ നിങ്ങൾക്ക് എപ്പോഴാണോ സാധിക്കുന്നത് അതുവരെ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്കായിരിക്കണം. പതുക്കെ, മറ്റൊന്നും നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വരുന്നുണ്ട്, ശ്വാസം പുറത്തേക്ക് പോകുന്നുണ്ട്. ഏത് മൂക്കിലൂടെയാണ് ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ നമുക്ക് ആദ്യ ദിവസങ്ങളിൽ സാധിക്കില്ല. നമ്മുടെ ഒരു ധാരണ 2 മൂക്കിലൂടെയും ഒരേ സമയം ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു, ഒരേ സമയം പുറത്തേക്ക് പോകുന്നു എന്നാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ പോലും ഒരു മൂക്കായിരിക്കും നന്നായിട്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ഒരു മൂക്കായിരിക്കും പുറത്തേക്ക് വിടുന്നതും. 2 മൂക്കും ഒരേപോലെ ആവണമെന്നില്ല എല്ലാവർക്കും. പക്ഷെ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നത് പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വളരെ ചെറിയ ഒരു ഇളം തണുപ്പ് നമുക്ക് അനുഭവപ്പെടുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു ഇളം ചൂടും അനുഭവപ്പെടുകയാണ് ചെയ്യുക. ഞാൻ ആദ്യമേ പറയുന്നു, ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾക്കിത് അനുഭവിച്ചറിയാൻ സാധിക്കണമെന്നില്ല. പതുക്കെ പതുക്കെ അത് സാധിക്കും. പക്ഷെ ഒരു കാരണവശാലും നിങ്ങളത് അറിയാൻ സാധിക്കുന്നില്ല എന്ന് കരുതി പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് തീറ്റ മെഡിറ്റേഷൻ. പതുക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസത്തെ മാത്രം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം നോക്കുക. അതിനോടൊപ്പം നമ്മളുടെ കാഴ്ചയെ എവിടെയാണ്? ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുവരിക. ആജ്ഞാചക്രത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പതുക്കെ ഇരിക്കുക. ഒന്നിരുന്ന് നോക്കൂ. നട്ടെല്ല് നിവർത്തി, കൈകൾ ചിന്മുദ്ര പിടിക്കണമെന്ന് നിർബന്ധമില്ല, പറ്റുമെന്ന് വെച്ചാൽ ആവാം. കണ്ണുകളടച്ച് ആജ്ഞാചക്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു 15 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇരിക്കാനേ സാധിക്കും. ഒരു ചിന്തയെയും നമ്മൾ കൊണ്ടുവരുന്നില്ല, ഒരു ചിന്തയെയും നമ്മൾ തടയുന്നില്ല. ഒരു ആഴത്തിലുള്ള ധ്യാനമാണ് തീറ്റ മെഡിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്താൻ സാധിക്കും. നമ്മുടെ സൃഷ്ടിപരമായ കഴിവുകളെ ഉയർത്താൻ സാധിക്കും. നമ്മുടെ സ്ട്രെസ് ലെവല് സാധാരണഗതിയിൽ നിന്ന് വളരെ കുറയും. അതായത് മറ്റ് ധ്യാനങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രെസ് ലെവൽ കുറയും. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ചിന്തകൾ, ആഴത്തിലുള്ള ചിന്തകൾ സമ്മാനിക്കുകയും അതിൽ നിന്ന് സൃഷ്ടിപരമായ കഴിവുകളെ നമുക്ക് കൂട്ടാനും സാധിക്കും. കൃത്യമായ ഉറക്കം സാധ്യമാവും. അമിതമായ ഉത്കണ്ഠയ്ക്കാണ് നമ്മളിങ്ങനെ നട്ടെല്ല് നിവർത്തിയിരുന്നുകൊണ്ട് ചെയ്യുന്നത്. ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞു ഇല്ലേ, നല്ല ഉറക്കത്തിന്, ദീർഘ സുഷുപ്തിക്ക് തീറ്റ മെഡിറ്റേഷൻ ബെസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ ഇരിപ്പിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്തണേ. നമ്മൾ കിടക്കണം. എങ്ങനെ കിടക്കും? കാലുകളൊക്കെ നിവർത്തി വെച്ച്, ശവാസനമൊക്കെ കിടക്കുന്നത് പോലെ കാലുകളൊക്കെ നിവർത്തി വെച്ച് കൈകൾ മലർത്തിയിട്ട് നീണ്ടു നിവർന്ന് കിടന്നുകൊണ്ട് ഇതേ കാര്യം നമ്മൾ ചെയ്യുന്നു കേട്ടോ. ചെരിഞ്ഞ് കിടന്നുകൊണ്ടും ഇത് ചെയ്യാം. കൃത്യമായ ഒരു മ്യൂസിക് കൂടി നമ്മളിതിന് ഉപയോഗിച്ചാൽ ദീർഘമായ സുഷുപ്തിയിലേക്ക് പോകാൻ വലിയ സമയമൊന്നും വേണ്ട കേട്ടോ. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒട്ടും ഉറക്കമില്ലാത്ത ആളുകൾക്ക് പോലും പതിയെ പതിയെ ഉറക്കത്തിലേക്ക് പോകാൻ സാധിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഉറക്കമില്ല എന്നുള്ളതിൻ്റെ പേരിലാണ്. അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ല, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, താമസിക്കാൻ ബുദ്ധിമുട്ടില്ല, മക്കളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവർക്കില്ല. പക്ഷേ സുഖസമൃദ്ധമായി ജീവിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഇന്ന് ഏറ്റവും കുറവ് ഉറക്കമില്ലായ്മയാണ്. അപ്പം അതിന് ഏറ്റവും സുഖകരമായ രീതിയിൽ നമ്മൾ ഒരു നല്ല മ്യൂസിക് നമ്മൾ കേട്ടുകൊണ്ട് ഈ തീറ്റ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് കിടന്നാൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് കൃത്യമായി ഉറങ്ങാൻ സാധിക്കും.
അപ്പോൾ ഈ വീഡിയോ മറ്റ് മെഡിറ്റേഷനുകളൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്നോടൊപ്പം ചെയ്യൂ, ഇത് കേട്ടുകൊണ്ട് ചെയ്യുമെന്ന് കേട്ടോ. പക്ഷേ തീറ്റ മെഡിറ്റേഷൻ അങ്ങനെയല്ല, നിങ്ങളത് 1-2 തവണ കേൾക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇത് കേട്ടുകൊണ്ട് തീറ്റ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കില്ല, കാരണം നമുക്ക് മറ്റൊന്നുമില്ല, നമുക്ക് ചുറ്റും ഒന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളുടെ ശ്വാസനിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ, ചിന്തകളില്ല, മറ്റൊന്നുമില്ല. ആഴത്തിലുള്ള നമ്മളെ തന്നെ അറിയാനുള്ള ഒരു ശ്രമം കൂടിയാണ് തീറ്റ മെഡിറ്റേഷൻ. അതുകൊണ്ടാണ് നമ്മുടെ ജാഗ്രതയ്ക്കപ്പുറം നമ്മുടെ ബ്രെയിനിലെ വേവ്സിന് ശാന്തത കിട്ടുകയും അതിലൂടെ നമ്മൾ ശാന്തമായി ഉറങ്ങുകയും ചെയ്യുന്നത് കേട്ടോ. ആൻസൈറ്റി നമുക്ക് മാറുന്നത് നമ്മുടെ ഈ ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ പുറത്ത് കളയാൻ ഏറ്റവും എളുപ്പത്തിൽ തീറ്റ മെഡിറ്റേഷന് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ശ്രദ്ധിക്കുക, ഈ വീഡിയോ കേട്ടുകൊണ്ടല്ല തീറ്റ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ഇത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇരുന്ന് നോക്കൂ, 100% നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും റിസൾട്ട് തരുന്നതാണ്. ഡിപ്പെൻഡഡ് ആണ്, ഓരോരുത്തർക്കും ഓരോ റിസൾട്ടായിരിക്കും. പക്ഷേ ആത്യന്തികമായി അത് റിലാക്സേഷനാണ്. നമ്മുടെ മൈൻഡിനും ഫിസിക്കലി മെൻ്റലി ഒക്കെ അതൊരു ഡീപ്പ് റിലാക്സേഷനാണ്. അപ്പം എല്ലാവരും ചെയ്തു നോക്കുമല്ലോ അല്ലേ? മറ്റൊരു കാര്യവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരോടും സ്നേഹം, നന്ദി.